ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ കോവിഡിൻ്റെ വാക്സിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ നമ്മളെ അതായത് 18 വയസ്സിന് മുകളിൽ വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. കൊടുക്കാൻ തുടങ്ങി, പക്ഷേ എല്ലാവിടെയും അവൈലബിൾ ആയിട്ടില്ല. അത്യാവശ്യം കുറച്ച് ഏകദേശം ഒരു 50% സ്ഥലങ്ങളിലേ ഉള്ളൂ, പകുതി സ്ഥലങ്ങളിലും ഇല്ല. അതെന്തായാലും ഈ കുറച്ച് കാലം കഴിഞ്ഞാൽ, അതായത് ഏകദേശം ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടുള്ള ചെറിയ എളുപ്പ വഴികളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ Paytm ആപ്ലിക്കേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും അതായത് സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരുന്ന രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ Paytm ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാം. അതിനുശേഷം വാക്സിൻ ഫിൻഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പിൻകോഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, അതായത് 45+ ആണെങ്കിൽ 45+, അല്ലെങ്കിൽ 18 to 44 ആണെങ്കിൽ അത് കൊടുക്കുക. ഡോസ് 1 ഡോസ് 2 എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ചെക്ക് അവൈലബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നോട്ടിഫൈ മീ വെൻ സ്ലോട്ട് ആർ അവൈലബിൾ. അപ്പോൾ അവിടെ സ്ലോട്ട് ഉള്ള സമയത്ത് നമുക്ക് മെസ്സേജ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് ഇവിടെ. അതായത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കോവിഷീൽഡ് തന്നെയാണ്. അപ്പോൾ കോവിഷീൽഡ് എടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 120 ദിവസത്തിന് ശേഷം മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ, സെക്കൻഡ് ഡോസ്. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ മെസ്സേജ് വരുന്ന രീതിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ പേര് ഫേക്കാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായും യൂസ്ഫുള്ളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അതായത് ഇവിടെ വാക്സിൻ അവൈലബിൾ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മൊബൈലിലോട്ട് മെസ്സേജ് വരും. ഇത് കണ്ടില്ലേ, ഇവിടെ സ്ലോട്ട് 20 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ 134 അവൈലബിൾ ആണ്. 14,149 സ്ലോട്ട് അവൈലബിൾ ആണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് സ്ലോട്ട് അവൈലബിൾ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ യുമാങ്ക് ആപ്ലിക്കേഷൻ വഴിയാണ് ഞാനിവിടെ കോവിഡിന് വാക്സിൻ ബുക്ക് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് ഗൂഗിൾ ക്രോം വഴി കോവാക്സിൻ അടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇതുവഴിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഒരു രജിസ്റ്റർ ചെയ്താണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുക പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കേരള, അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് ജസ്റ്റ് ഫൈൻഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് വരും, കണ്ടില്ലേ, ഇതിവിടെ കോവിഷീൽഡ് 40 വയസ്സിന് മുകളിൽ ഒരാൾക്കുണ്ട്. അതുപോലെ തന്നെ 40 വയസ്സിന് മുകളിൽ ഒരാൾക്കുണ്ട്. അങ്ങനെ നമുക്കിവിടെ കുറേ കാണാൻ പറ്റും. 18 വയസ്സിനുള്ളത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇപ്പോൾ അത്യാവശ്യം എല്ലാവിടെയും കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു 40 വയസ്സിന് മുകളിലുള്ളവർ അധികം ഇല്ലാത്ത കൊണ്ട് 40 വയസ്സ് ടു 45 വയസ്സാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 40 വയസ്സിന് മുകളിൽ അധികം പേരില്ലാത്ത കൊണ്ടാണ് നമുക്കിവിടെ എളുപ്പം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് 40 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ മാക്സിമം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ സിമ്പിളാണ് ഇത്. നമ്മൾ ജസ്റ്റ് ഇത് ഈ ഒരു ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഷെഡ്യൂൾ ആയിക്കോളും. അപ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ അതായത് ബുക്ക് ചെയ്യണ സ്ഥലത്ത് പോയൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വാക്സിൻ കിട്ടും. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഒരു പ്രാവശ്യം അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് റീഷെഡ്യൂൾ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത്, പാലക്കാടാണ് ഒരു സ്ഥലത്ത് കൊടുത്തു. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് അടുത്തുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ അതായത് വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് സ്പേസ് മാറാൻ പറ്റുമോ, അതായത് സ്ഥലം മാറാൻ പറ്റുമോ എന്ന്, വാക്സിനേഷൻ സെൻറ്റർ മാറാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്പോയിൻമെൻറ്റ് റീഷെഡ്യൂൾ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ കാണുന്നത്. ഞാൻ ആദ്യം ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഒന്ന് റീഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള എവിടെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബുക്ക് ഇടാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും, അതായത് ഇതിൻ്റെ ഒരു ടൈമിങ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏകദേശം ഒരു 3 മണി ടു 5 മണി, 6:30 ആ ഒരു സമയത്തിനുള്ളിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും വാക്സിൻ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ പാലക്കാടൊക്കെ ആ ഒരു സമയത്താണ്, അതായത് 3 മണിക്ക് ശേഷമാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ബുക്ക് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള വാക്സിനേഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. കോവാക്സിൻ ആണോ കോവിഷീൽഡ് ആണോ കൊടുക്കുന്നത് എല്ലാം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇത് കണ്ടില്ലേ, അപ്പോൾ അത്യാവശ്യം എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് നോക്കുക. വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, നമ്മൾ എല്ലാവരും ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ കോവിഷീൽഡാണ് കിട്ടുന്നത്. അതെങ്കിൽ അത് നിങ്ങൾ എന്തായാലും ബുക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ,
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞു തന്ന അറിവ് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.